എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഓണത്തിലെ തിരക്കുകളിലേക്ക് കടക്കുകയല്ലേ. എല്ലാവർക്കും ഏറ്റവും സന്തോഷകരമായ ഓണാശംസകൾ. ഓണം നമുക്ക് ഒരു പ്രതീക്ഷയുടെ ഉത്സവമാണ്. ഓണത്തെക്കുറിച്ച് നമുക്ക് നമ്മുടെ പുരാണ കഥകളറിയാം. മഹാബലി, വാമനൻ, ആ കഥകളറിയാം. ഇപ്പോൾ അതല്ല വേറെ ചരിത്രമുണ്ടെന്ന് പറയുന്ന ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം നടക്കട്ടെ. കാരണം തീർച്ചയായും നമ്മൾ ഇത്തരം പഠനങ്ങളും ഇത്തരം ആശയങ്ങളും ഇത്തരം നിഗമനങ്ങളും ഒക്കെ ആവശ്യമാണ്, മനസ്സിലാക്കേണ്ടതുമാണ്. പക്ഷേ നമുക്ക് ഓണം ഹാപ്പിയാണ്, ചില്ലാണ്, ആ വൈബ് പിടിച്ചങ്ങോട്ട് പോവുക. കാരണം നമ്മളെപ്പോഴും ഓണത്തിന് പൂക്കളിടുക, സദ്യ കഴിക്കുക, വിരുന്നുകാർ വരിക, വിരുന്ന് വീട്ടിലേക്ക് പോവുക, പല തിരക്കുകളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യർ ഒത്തുകൂടി ആഹ്ലാദിക്കുക, പലതരം കളികളിൽ ഏർപ്പെടുക, പിന്നെ ഓണാഘോഷങ്ങൾ നടത്തുക, വടംവലി, പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾ, ഡാൻസ്, അതായത് എല്ലാ തിരക്കുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മാറിയിട്ട് അടിച്ചു പൊളിച്ച് നിൽക്കുന്ന കുറേ ദിവസങ്ങൾ, അതാണ് ഓണം. പുതിയ ഡ്രസ്സ് ഇടുന്നു, എവിടെയും സന്തോഷത്തിൻ്റെ സമയമാണ്. അപ്പോൾ നമ്മൾ ഓണം എന്നുള്ള വാക്ക് നമുക്ക് തരുന്നത് ആഹ്ലാദമാണ്, സന്തോഷമാണ്, ചില്ലാണ്, പ്രതീക്ഷകളാണ്. ഈ പ്രതീക്ഷകൾ അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമുക്ക് വിക്ടർ ഹ്യൂഗോയുടെ ഒരു അധ്യായമുണ്ട്, ദി എഫക്റ്റ് ഓഫ് സ്പ്രിങ്, വസന്തത്തിൻ്റെ സ്വാധീനം, അല്ലെങ്കിൽ വസന്തം ഒരാളിൽ ഉണ്ടാക്കുന്നത്. ആ വാദ്യം വരാൻ കാരണം നമ്മുടെ യൂറോപ്പിലൊക്കെ വിൻ്റർ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഇതാണ് സ്പ്രിങ്, വസന്തം. വിൻ്റർ എന്ന് പറയുമ്പോൾ അവർക്ക് മരവിച്ച ഒരവസ്ഥയാണ്. ഭൂമി മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നു, പച്ചപ്പോ പുഷ്പങ്ങളോ എവിടെയും കാണുന്നില്ല. അപ്പോൾ വീടിൻ്റെ പുറത്തേക്ക് അധികം സഞ്ചരിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഒരു മരവിച്ച അവസ്ഥയാണ് വിൻ്റർ അവർക്ക്. അതിന്ന് ആ വിൻ്റർ മാറി പ്രകൃതി തെളിഞ്ഞ് സൂര്യൻ പ്രകാശം കിട്ടിത്തുടങ്ങി, പച്ചപ്പുകളും ഒക്കെ പുല്ലാമ്പുകളൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി, പുഷ്പങ്ങൾ പൂത്തു തുടങ്ങി. അപ്പുണ്ടാക്കുന്ന മനസ്സിൻ്റെ ഒരു വ്യത്യാസമുണ്ട്, ഒരു ആനന്ദമുണ്ട്. അതൊരു അതൊരു വ്യക്തിയിലും ഒരു സമൂഹത്തിലും ഉണ്ടാക്കുന്ന, ഒരു കുടുംബത്തിലൊക്കെ ഉണ്ടാക്കുന്ന അന്തരീക്ഷത്തിൻ്റെ വ്യാപ്തി വലുതാണ്. ആ ഒരു മഞ്ഞുമൂടിയ അവസ്ഥയിൽ നിന്ന് സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, മനോഹാരിതയുടെ നിമിഷത്തിലേക്ക് കടക്കുന്ന സമയത്തെയാണ്, ആ യൂറോപ്പിൻ്റെ ആ സമയത്തെയാണ് വിക്ടർ ഹ്യൂഗോ ആ വരികളിലൂടെ കുറിച്ചിട്ടത്. നമുക്ക് വിൻ്റർ ഇല്ല, നമുക്ക് അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഇല്ല. പക്ഷെ നമുക്കൊരു ഇതേമാതിരി ഒരു കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന, വിഷമിച്ചിരുന്ന, ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു സമയം, അതിനെ അന്നത്തെ ആൾക്കാർ കഞ്ഞിക്കർക്കിടകം, പട്ടിണി കർക്കിടകം എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ കാലം മാറി, അപ്പം അങ്ങനെയൊന്നുമില്ല. എന്നാൽ അന്നത്തെ ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ, ഭയങ്കര മഴയുടെ, ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലം, പണിക്ക് പോകാൻ പറ്റാണ്ട് അങ്ങനെ ദാരിദ്ര്യം, ഇന്നത്തെ കാലത്തല്ല ഞാൻ പറയണത്, ദാരിദ്ര്യം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് പ്രതീക്ഷയുടെ ചിങ്ങപ്പുലരിയിലേക്ക് കിടക്കുന്ന സമയത്താണ് ഓണം വരുന്നത്. ഏകദേശം യൂറോപ്പിൻ്റെ, അതായത് വിക്ടർ ഹ്യൂഗോ എഴുതിയ എഫക്റ്റ് ഓഫ് സ്പ്രിങ് എന്നുള്ളതുപോലെ നമുക്ക് സാഹിത്യമില്ലെങ്കിലും അതിൻ്റെ ഒരു ചൂട് തന്നെയാണ് ഇവിടെ. അതായത് കാലാവസ്ഥയുടെ ഒരു ചേഞ്ച്, അതായത് ആ ഒരു ഇതൊന്ന് പ്രതീക്ഷയുടെ പൊന്നിൻ ചിങ്ങമാസം, അങ്ങനെ ഒരു വാക്ക് വന്നത് അങ്ങനെയാണ്. ഒരു പ്രതീക്ഷയുടെ കാലഘട്ടം, സന്തോഷത്തിൻ്റെ സമയം, മനോഹരതയുടെ സമയം. അപ്പോൾ അതിൻ്റെ ഒരു വിളവെടുപ്പിൻ്റെ കാലഘട്ടം. അപ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദം, അതായത് കർക്കിടകത്തിൻ്റെ കഷ്ടതയിൽ നിന്ന് ചിങ്ങത്തിൻ്റെ സമ്പന്നതയിലേക്ക് പോകുന്നൊരു സമയം. ഇപ്പോൾ കർക്കിടകമൊക്കെ മാറി
അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആർക്കും ആ സമയത്തൊന്നും ഇല്ല. അതുമാത്രമല്ല ഇപ്പം മലയാളികൾക്ക് കർക്കിടക മാസം രാമായണ മാസമാണ്. അതൊരു വല്ലാത്ത ചേഞ്ചാണ്. ആ ഒരു ഐഡിയ, ആ ഒരു സംഭവം കൊണ്ടുവന്ന ആ മഹത് വ്യക്തിയെ വണങ്ങുന്നു. അതിമനോഹരമായ എന്താ പറയുക, ഒരുപാട് കേരളീയ ഹിന്ദു സമൂഹത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാക്കി തന്ന ഒരു തീരുമാനമായിരുന്നു അത്. എന്തായാലും നമ്മൾ അന്നത്തെ ഒരു കാലത്ത് ആ കർക്കിടകത്ത് നിന്ന് കള്ളക്കർക്കിടകം അങ്ങനെയൊക്കെ ഒരു വാക്കുകളുണ്ടല്ലോ, ആ വാക്കത് പ്രതീക്ഷകളുടെ ഒരു ലോകത്തേക്ക് കടക്കുന്ന സമയത്താണ് നമ്മുടെ ഓണം വരുന്നത്. അപ്പോൾ ആഹ്ലാദിക്കുകയാണ്, പ്രകൃതി ആഹ്ലാദിക്കുന്നു, മനുഷ്യരാഹ്ലാദിക്കുന്നു. അപ്പം മനുഷ്യരുടെ മനസ്സ്, ആ മനസ്സിൻ്റെ പ്രതീക്ഷകളുടെ സമയമാണ് ഓണം. അപ്പോൾ ആ പ്രതീക്ഷ, മനുഷ്യൻ എന്നുള്ളതിന് മനസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രതീക്ഷ. പ്രതീക്ഷകളുടെ തുടർച്ചയാണ് നമ്മുടെ ജീവിതം. നമ്മൾ ഒരു കുട്ടി ജനിക്കുന്നു, ആ കുട്ടിക്ക് ഒരു പ്രതീക്ഷയുണ്ട്, അവരുടെ അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിൻ്റെ പ്രതീക്ഷ. ആ കുട്ടി ഒരു സ്കൂളിൽ പോകുന്നു, ആ സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടിക്കൊരു പ്രതീക്ഷയുണ്ട്, ഞാൻ ആ സ്കൂളിൽ ഒന്നാമനാവണമെന്ന്, പഠിച്ച് മിടുക്കനാവണമെന്ന്. ആ കുട്ടി ഒരു പ്രണയത്തിലേർപ്പെടുന്നു, ആ പ്രണയത്തെക്കുറിച്ചിട്ട് ആൾക്കൊരു പ്രതീക്ഷയുണ്ട്, അത് പൂത്തൊളിയുമെന്ന്. ആ കുട്ടി ദാമ്പത്യത്തിലേക്ക് കിടക്കുന്നു, ആ ദാമ്പത്യ ജീവിതം അതിമനോഹരമാവുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നു, ആ ജോലിയിൽ ഏറ്റവും ഉന്നതിയിലെത്തുന്നു. ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് സമ്പാദിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ പോകുകയാണെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ഒന്നാം ലെവൽ ബിസിനസ്സുകാരനാവാമെന്ന്, അതിലും ഒരുപാട് സമ്പാദിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് വീണ്ടും ഒരു കുട്ടി ഉണ്ടാവുന്നു, ആ കുട്ടിയിൽ ആ ആൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അതിങ്ങനെ തുടർച്ചയായി പോവുകയാണ്. ആ കുട്ടിക്ക് വീണ്ടും പ്രതീക്ഷകൾ വരുന്നു. അപ്പോൾ ആ പ്രതീക്ഷകൾ തുടർച്ചയാണ്. അത് പ്രതീക്ഷകൾ നമ്മൾ തലമുറയായി കൈമാറ്റം ചെയ്ത് പോകുന്നു. അങ്ങനെ ഒരു തുടർച്ചയാണ് നമ്മുടെ ജീവിതം. നമ്മൾ ആ പ്രതീക്ഷകളെ കുറിച്ച് ചിന്തിച്ച് നോക്കിയൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് വേണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് ഏറ്റവും നല്ല സ്നേഹം വേണം, ഏറ്റവും നല്ല കെയറിങ് വേണം, ഏറ്റവും നല്ല രീതിയിൽ മാതാപിതാക്കൾ തന്നോട് ഇടപെടണം, അങ്ങനെ ഒരുപാട് പ്രതീക്ഷ. ആ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടിക്കൊരു പ്രതീക്ഷയുണ്ട്, നമ്മുടെ അധ്യാപകൻ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ എടുക്കണം, നമുക്ക് പറഞ്ഞു തരണം, നമ്മളെ സ്നേഹിക്കണം, ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ആവണം, അങ്ങനെയുള്ള പ്രതീക്ഷയുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ദാമ്പത്യത്തിൽ കിടക്കുമ്പോൾ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവണം, നമ്മുടെ പങ്കാളികളോടുകൂടി ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരു ജോലിയിലോ ബിസിനസ്സിലോ കടന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് പടിപടിയായി ഉയർന്ന് ഏറ്റവും വലുതാവണം. ഈ ഒരു ജോലിയിൽ പടിപടിയായി എന്താ പറയുക, അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പ്രമോഷൻ കിട്ടിപ്പോയി നല്ല രീതിയിൽ സാമ്പത്തിക ചുറ്റുപാടുണ്ടാവണം. നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്രതിനിധി നമുക്ക് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള പ്രതീക്ഷയുണ്ട്. നമ്മൾ ഗവൺമെൻറ് തിരഞ്ഞെടുക്കും, ആ ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന പ്രതീക്ഷയുണ്ട്. നമ്മളേതെങ്കിലും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ആ ഓഫീസിലത്തെ ആൾക്കാർ നമുക്ക് വേണ്ടി നല്ലത് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയുണ്ട്. നമുക്കൊരു കുട്ടി ജനിച്ചാൽ ആ മകൻ നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന പ്രതീക്ഷയുണ്ട്. ഈ പ്രതീക്ഷകളൊക്കെ നോക്കി നോക്കിയാൽ നമുക്ക് നല്ലത് വരാനുള്ള പ്രതീക്ഷകളാണത്. ആ പ്രതീക്ഷകൾ നമ്മൾ വിജയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. അവിടെ എവിടെയെങ്കിലും പാളിച്ചപ്പെട്ട് നമ്മൾ പരാജയപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ആ പ്രതീക്ഷകൾ നേടിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ നല്ലൊരു വിദ്യാർത്ഥിയാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, നന്നായി പഠിക്കുന്നുണ്ടോ, അവിടെ അച്ചടക്കം പാലിക്കുന്നുണ്ടോ? ഒരു വിദ്യാർത്ഥിക്ക് അവൻ്റെ കർമ്മം എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുക, അതാണ് ആ വിദ്യാർത്ഥിയുടെ കർമ്മം. വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അല്ലെങ്കിൽ ആ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് നീതി പുലർത്തുക, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനോട് നീതിപ്പെടുത്തുക, ഹാർഡ് വർക്കിങ് ചെയ്യുക, പ്രവർത്തിക്കുക. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ പ്രതീക്ഷകൾ സഫലമാവണമെങ്കിൽ നമ്മൾ അതിനോട് നീതി പുലർത്തണം. നമ്മളൊരു ദാമ്പത്യ ജീവിതത്തിൽ ഇടപെട്ട് പോകുമ്പോൾ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണ്ടോ? അപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വേറെ രസകരമായ കാര്യം കാണാൻ പറ്റും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമ്മളിൽ നിന്നും പ്രതീക്ഷകൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുകൂടി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കുട്ടി ജനിക്കുമ്പോൾ
ആ കുട്ടി തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. തിരിച്ച് അപ്പുറത്തെ സൈഡ് ആലോചിക്കുക, ആ മാതാപിതാക്കൾ കുട്ടിയുടെ കയ്യിൽ നിന്നും കുറേ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളൊരു അധ്യാപകനിൽ നിന്ന് പ്രതീക്ഷിക്കണ പോലെ ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന കുട്ടികളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വിദ്യാലയം, ആ വിദ്യാലയത്തിലേക്ക് വരുന്ന കുട്ടികളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ദാമ്പത്യ ജീവിതത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന പങ്കാളി നമ്മളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ആ ജനപ്രതിനിധി ഈ സമൂഹത്തിന് വേണ്ടി നമ്മളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു രാജ്യം, ആ രാജ്യത്തെ പൗരൻ എന്നുള്ളതിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രതീക്ഷ ഇവിടെയുണ്ട്. ഒന്ന് നമ്മുടെ പ്രതീക്ഷ, 2 നമ്മളിൽ നിന്നും മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പ്രതീക്ഷ. 2 പ്രതീക്ഷകളുടെ യാത്രയാണ് നമ്മുടെ ജീവിതം. നമുക്കിത് രണ്ടാണെന്ന് ചിലപ്പോൾ തോന്നാം, പക്ഷെ ഒന്നും കൂടി സൂക്ഷ്മമായി നോക്കിയാൽ 2ഉം ഒന്നാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും സത്യസന്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ 2 പ്രതീക്ഷകളും ഒന്നായിത്തീരും. നമ്മൾ നല്ലൊരു മകനായി കഴിഞ്ഞാൽ, നല്ലൊരു വിദ്യാർത്ഥിയായി കഴിഞ്ഞാൽ, നല്ലൊരു പൗരനായി കഴിഞ്ഞാൽ, നല്ലൊരു കുടുംബത്തിലെ നല്ലൊരു പങ്കാളിയായി കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെ സ്ഥാപനത്തിൽ ചെയ്യുന്ന ജോലി നന്നായി ചെയ്താൽ, നമ്മൾ നടത്തുന്ന ബിസിനസ്സിൽ ഹാർഡ് വർക്കും ആത്മാർത്ഥ്യം ചെയ്താൽ 2ഉം ഒന്നായി തീരുന്ന മനോഹരമായ കാഴ്ച കാണാൻ പറ്റും. നമ്മുടെ പ്രതീക്ഷകളെയും കാക്കും, മറ്റുള്ളവർ നമ്മളിൽ ആഗ്രഹിക്കുന്ന പ്രതീക്ഷകളെയും നിറവേറ്റാൻ പറ്റും. അപ്പോൾ 2ഉം ഒന്നാണ്. 2ഉം ഒന്നാവുമ്പോൾ ആ 2നെയും ഒന്നാക്കി മനോഹരമാക്കി തീർക്കാൻ നമുക്ക് വേണ്ടത് 3 കാര്യങ്ങളാണ്. 1 ആത്മാർത്ഥത, ഹാർഡ് വർക്ക്, ഉത്തരവാദിത്യം. ഞാൻ എപ്പോഴും പറയുന്ന വാചകങ്ങളാണ്. നിങ്ങൾ പല വീഡിയോയിലും ഞാൻ ഈ കാര്യങ്ങൾ പറയാറുണ്ട്. എവിടെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർന്ന പടികളിൽ കൊണ്ട് നിൽക്കാൻ ഏത് വഴിക്ക് സഞ്ചരിച്ചാലും ഈ 3 വാക്കും മറക്കാൻ പറ്റില്ല. മറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉയരത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അങ്ങനെ നമ്മളെ ആ നേരിൻ്റെ വഴിയിൽ കറക്റ്റായിട്ട് സഞ്ചരിപ്പിക്കാൻ നമുക്ക് സഹായമാകുന്ന 1-2 കാര്യങ്ങളുണ്ട്. 1 നമ്മുടെ പ്രാർത്ഥന, 2 മെഡിറ്റേഷൻ, 3 ഭഗവാന് വേണ്ടിയുള്ള ഡ്യൂട്ടികൾ. ഇവിടെ നിങ്ങൾ ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രാർത്ഥന സത്യസന്ധമായി ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ഡ്യൂട്ടി ഭഗവാന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി, പ്രകൃതിയെ മനസ്സിലാക്കാൻ വേണ്ടി, ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, ഒരു ഊർജപ്രവാഹം. അത് നിങ്ങളെ ഈ വഴിയിൽ സത്യസന്ധമായി നടക്കാനും വിജയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാനും സഹായിക്കും. ഒരു മുരുകഭക്തൻ എന്നുള്ള ലെവലിൽ ഞാൻ പറയും, നിങ്ങൾ മുരുകവാൻ്റെ പാദത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുക, അദ്ദേഹത്തിന് വേണ്ടി ഡ്യൂട്ടി ചെയ്യുക, അദ്ദേഹത്തിനെ ധ്യാനിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പ്രതീക്ഷകൾ, 2 പ്രതീക്ഷകൾ ഒന്നാവുന്ന മനോഹരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കാണാൻ പറ്റുമ്പോൾ പ്രതീക്ഷകൾ സഫലീകരിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദവും ആഹ്ലാദവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത്ര ആഹ്ലാദവും ആനന്ദവും അനുഭവിക്കുന്ന ഒരുപാട് ഓണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ മകനായിട്ടും സഹോദരനായിട്ടും ചേട്ടനായിട്ടും അനിയനായിട്ടും സുഹൃത്തായിട്ടും എല്ലാമായിട്ടും ഞാനിവിടെയുണ്ട്. ഭഗവാന്റെ ഒരു ഭക്തനായിട്ട്, മുരുകവാൻ്റെ ഭക്തനായിട്ട് ഒരിക്കൽ കൂടെ ഏറ്റവും മനോഹരമായ ഓണാശംസകൾ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ആ ഭഗവാന്റെ അനുഗ്രഹ വർഷങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓം ശരവണഭവായ നമഃ.